Ansi, good morning. Good morning. പെരുന്നാളിന്റെ പിറ്റേ ദിവസം ആയതുകൊണ്ടാണ് ആൻസി ആരും ഇല്ലാതെ. 2 ദിവസം ലീവ് അല്ലായിരുന്നോ സാർ? അപ്പൊ ഇന്ന് നാളെ നമുക്ക് ക്ലാസ് ഉണ്ടോ സാർ ഇതിന്റെ ലീവ് പ്രമാണിച്ച്? ആൻസി പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. അയ്യോ, സാറ് പറയുന്ന എനിക്ക് കേൾക്കാം. ആൻസി പറയുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? യെസ്, അതൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ ഒന്ന് ആരോട് വിളിച്ചു പറയട്ടെ. അവര് ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ആൻസി കേൾക്കാമോ? സാറ് പറയുന്ന എനിക്ക് കേൾക്കാം. ആൻസി എന്തെങ്കിലും കേൾക്കാമോ സാർ? കേൾക്കുന്നില്ല. ഒന്നുകൂടി പറഞ്ഞ ആൻസി എന്തെങ്കിലും. സാർ കേൾക്കാമോ? സാറ് പറയുന്ന എനിക്ക് കേൾക്കാം. ഓക്കെ, നോ പ്രോബ്ലം, എവരിതിങ് ഓക്കെ. ഓക്കെ, യെസ്. ഇനി എന്തെങ്കിലും പറഞ്ഞു ആൻസി, കുഴപ്പമില്ല, നോ പ്രോബ്ലം. കേൾക്കാമോ ഇപ്പൊ? ഇപ്പൊ കേൾക്കാം. അതെ സാറേ, നമുക്ക് 2 ദിവസത്തെ ലീവ് അടുപ്പിച്ചില്ലായിരുന്നു. അപ്പൊ നാളെ നമുക്ക് അത് പ്രമാണിച്ച് ക്ലാസ് വെക്കുവോ സാറ്റർഡേ? നാളെ വെക്കാൻ സാധ്യത കുറവാണ്, കാരണം നാളെ കോൺവെക്കേഷൻ സെറിമണി ഉണ്ട്. അപ്പൊ സെറിമണി ഉള്ളതിന്റെ പേരില് അങ്ങോട്ട് പോകേണ്ടി വരില്ലേ ടീച്ചേഴ്സ് ഒക്കെ? സാർ ഏത് ബാച്ചിന്റെയാണ്? 15 ആണോ? 15 അല്ല, ഇത് എച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 22. MT അല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ HRM, രണ്ടുകൊണ്ടും തോന്നുന്നു. HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ആ 2 കോഴ്സിന്റെ എന്തോ. ആ 2 കോഴ്സിനും സാർ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടോ? അതോ നമുക്ക് മാത്രമേ ഉള്ളൂ? അതിൻ്റെ അത് H ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷെ അവർക്ക് അതിന് പരീക്ഷയില്ല. ഇംഗ്ലീഷ് വെറുതെ സംസാരിക്കാനുള്ള ഇംഗ്ലീഷുകളും
വലിയ ഇന്റർവ്യൂലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള അങ്ങനെയുള്ള ഇംഗ്ലീഷുകൾ മാത്രമേ അതിനകത്ത് പരിഗണിച്ചു കൊടുക്കുള്ളൂ. പരീക്ഷയില്ല അവർക്ക്. ജസ്റ്റ് ടു അറ്റൻഡ് ദ ഇന്റർവ്യൂ. പരീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ ആഹ്ലാദബുദ്ധി കൂടും. വളരെ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും മാത്രം അതിനകത്ത് ഉണ്ടാവും. യെസ്, ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് കാണാണ്ടാവുണ്ട്. യെസ്, നമുക്ക് 2 ദിവസം അവധി കിട്ടിയതുകൊണ്ടായിരിക്കും ബാക്കിയാരും ഇല്ലാത്തത് അല്ലേ? അതെ സാർ, ഇന്ന് ഇനിയിപ്പോ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. പിന്നെ ഇനി മൺഡേ അല്ലേ ക്ലാസ് ഉള്ളൂ. ഇനി അതുകൊണ്ടാണോ കേറാത്ത? അതുപോലെ സാറേ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്. കേറുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് കയറുന്ന 4-5 പേര് മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് മിസ് അശ്വതി മിസ്സും അപർണ മിസ്സും ഒക്കെ ചോദിക്കുന്നുണ്ട് ആ കാര്യം. അതെ, യെസ്, ഒരാൾ കൂടി വന്നു. നിർമ്മിത. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. അൻസി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കായിരുന്നു. ഞങ്ങൾ അതിന്റെ പേരിൽ നാട്ടു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. യെസ്, സാറേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ സാറേ? കാരണം ഞാൻ 11 മണി കഴിയുമ്പോ ഞാൻ ലെഫ്റ്റ് ആകും. എനിക്ക് മോളെ സ്കൂളിൽ വിളിക്കാൻ പോണം. ക്ലാസ് ഉണ്ടോ? അവർക്ക് തുടങ്ങി, വെനസ്ഡേ തുടങ്ങി. മോള് CBSE സ്കൂളായതുകൊണ്ട് ഇവിടെ എല്ലാ വർഷത്തിലും മെയ് മാസം LKG UKG കുട്ടികൾക്ക് തുടങ്ങും. ഓ യെസ് 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 യെസ്. അപ്പൊ ഇത് വേണം നടത്തില്ല. ഓക്കെ സർ, സ്റ്റാർട്ട് ചെയ്യാം. ശരി, പുതിയ ഒരു സംഗതിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇൻഡയറക്റ്റ് സ്പീച്ച് അതല്ലേ? ലാസ്റ്റ് ഒരു ചാപ്റ്റർ ആണ്. നമ്മൾക്ക് ബാലൻസ് വെച്ച ഒരു ചാപ്റ്റർ ആണ്. അതാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ ഇതോട്ട് അങ്ങനെ കിടക്കാം. ഓക്കെ, അപ്പോ അത് ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് നിന്ന് കേട്ട സംഗതി വേറൊരാളോട് ചെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, അതാണ് റിപ്പോർട്ടർ സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. യെസ്, അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കൂടാതെ പിന്നെ ഒരു ഫോണറ്റിക്സ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് വേറൊരു ടീച്ചർ വരും, ടീച്ചർ പറയും. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തോടെ കിടക്കാം. യെസ്, അപ്പൊ ഇത് 2-3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മുന്നോട്ട് ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ ആൻസി. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരണം. റിപ്പോർട്ടർ സ്പീച്ച്. സാധാരണഗതിയിൽ നമ്മൾ നാടകങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന രീതിയിൽ ഒരു കഥാപാത്രത്തിന്റെ പേര് ഇടതുവശത്ത് കൊടുക്കും, 2 കുത്തിടും, അത് കഴിഞ്ഞ് ആ കഥാപാത്രം പറയുന്ന ഡയലോഗ്. എന്നിട്ട് അടുത്ത കഥാപാത്രത്തിന്റെ പേര് എഴുതും, 2 കുത്തിട്ടിട്ട് ആ കഥാപാത്രം പറയുന്ന പേര് കൊടുക്കും, ഡയലോഗ് കൊടുക്കും. അങ്ങനെ വരും. അങ്ങനെ പറയുന്നതിന്റെ പേരാണ് ഡയറക്റ്റ് സ്പീച്ച്. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? ഇനി അത് അങ്ങനെ പറയാതെ നമ്മൾക്ക് ഗദ്യം പോലെ ഇങ്ങനെ പറഞ്ഞു പോകില്ലേ, അതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരു വാചകം ഞാൻ പറയാം. എഴുതിക്കോ. ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക, ഐ ലവ് ഇന്ത്യ. ഷീ സെറ്റ് ഐ ലവ് ഇന്ത്യ. യെസ്, ആ ഐ ലവ് ഇന്ത്യ എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്താണ്. അവൾ പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. ഞാനിവിടെ അവിടെ ഐ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? അവളെ അല്ലേ? കാരണം ഓക്കെ, അത് കറക്റ്റാണ്. അത് കറക്റ്റ് ആണല്ലോ. ഈ അവൾ എന്നുള്ളതിന് പകരം ഞാൻ അവിടെ രമണി എന്ന് പറയുന്നു. രമണി സെറ്റ്, രമണി പറഞ്ഞു ഐ ലവ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അതിന്റെ അർത്ഥം രമണി ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? ഷീ ആണ്, അല്ലെങ്കിൽ രമണിയാണ്. ഓക്കെ, അത്ര അവിടെ തന്നെ. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സെഡ്, അതൊരു വെർബാണ്, ക്രിയയാണ്. സേ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സെഡ്. അപ്പൊ അവിടെ ഒരു വെർബ് ഉണ്ട്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്തേക്ക് നോക്കുമ്പോൾ ലവ് എന്ന് പറയുന്നത്
അതും എന്താണ്? ഒരു വെർബാണ് ലവ് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ നമുക്ക് പറയാം ഈ സെന്റൻസിൽ 2 വെർബ് ഉണ്ട്. ലവ് എന്ന് പറയുന്ന ഒരു വെർബാണ്, സെഡ് എന്ന് പറയുന്നത് വേറൊരു വെർബാണ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ വേറൊരു പേര് കൂടി പറയും, റിപ്പോർട്ടിംഗ് വെർബ്. എന്താണ് പറയുന്നത്? റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ സെഡ് എന്നുള്ളത് വെർബാണ്, അതിനോടൊപ്പം തന്നെ അതിന്റെ വേറൊരു പേര് കൂടി പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ്. റിപ്പോർട്ടിംഗ് വെർബ്. ഓക്കെ, അപ്പൊ അത്ര പിടി കിട്ടിയല്ലോ. ഇവിടെ നമ്മൾ പറയുന്ന സെഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. PAST, പാസ്റ്റ് ടെൻസ് ആണ്. സേ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് മുഴുവനും ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. റിപ്പോർട്ടിംഗ് വെർബ് ചിലപ്പോൾ പ്രസന്റ് ടെൻസിലായിരിക്കും, അപ്പൊ വേറെ നിയമം. യെസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നത് മുഴുവനും റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ ജീന, ഗുഡ് മോർണിംഗ്. യെസ്. ഇനി ഇവിടെ ഓക്കെ, ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് നമ്മളൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് ഇന്ത്യ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം, അതായത് ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസിൽ ഏത് ടെൻസ് ആയിട്ട് വരും? സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള 12 ടെൻസിൽ ഏത് ടെൻസിൽ വരും ഐ ലവ് ഇന്ത്യ? സർ സിമ്പിൾ പ്രസന്റ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ പ്രസന്റ് ആണ്. അത് ആൻസിക്ക് അങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ആൻസി ചിന്തിച്ചു, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് ആൻസിക്ക് എവിടെയോ ഒരു ഓർമ്മ. ആൻസി ഇവിടെ നോക്കി കഴിഞ്ഞപ്പോ ഐ സബ്ജക്റ്റ് ആണ്, ലവ് എന്നുള്ളത് എന്താണ്? പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഐ ലവ് യു എന്ന് പറയാറില്ല, പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. യെസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് ആയിട്ട് മനസ്സിലായി. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയിലുള്ള സെന്റൻസ് സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ, once again I repeat, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയിലുള്ള സെന്റൻസ് അത് സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ ആ സിമ്പിൾ പ്രസന്റിനെ പാസ്റ്റിലേക്ക് മാറ്റിയത്. ഏത് പാസ്റ്റിലോട്ട്? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. അപ്പൊ അതാണ് നിയമം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഏത് ടെൻസിലോട്ട് മാറ്റിയതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. യെസ്. അപ്പം സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇതാണ് അതിന്റെ ഒന്നാമത്തെ നിയമം കേട്ടോ. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. യെസ്. ഇനി നമുക്ക് ചിന്തിക്കാം. യെസ്. ഇവിടെ ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞു. ആ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷീന്ന് തന്നെയല്ല അർത്ഥം, ഷീന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു തീരുമാനത്തിലെത്താം. യെസ്. ഒരു സ്ഥലത്ത് ഡയറക്റ്റ്, വേറെ സ്ഥലത്ത് ഇൻഡയറക്റ്റ്, 2 ഹെഡിങ് ആയിട്ട്, ഒന്ന് ഡയറക്റ്റ്, ഒന്ന് ഇൻഡയറക്റ്റ്. ശരിയാണ്. എന്നിട്ട് ഡയറക്റ്റിന്റെ അടിയിൽ ഐ എന്നിട്ട് ഐ. യെസ്. എന്നിട്ട് അതിന്റെ നേരെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഷീ കോമ ഹി ഇങ്ങനെ എഴുതും. ഷീ കോമ ഹി. ഇനി അതിന്റെ അടിയിൽ നമുക്ക് 3-4 കൂടെ എഴുതാനുണ്ട്. അപ്പൊ അതിനോട് സ്ഥലം വിട്ടേരും കേട്ടോ. ഇനി അതിന്റെ അടിയിൽ നമുക്ക് എഴുതാനുണ്ട്. അപ്പൊ ഒരു 5-6 ലൈൻ വിട്ടേ. ഓക്കെ. ഇനി ഇവിടെ നോക്കി, അവൾ പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. ഈ അവൾ എന്ന് വെച്ചാൽ ഞാനാണ്. ഞാൻ ഇത് ജീനയോട് പറഞ്ഞു. ജീന അത് ചെന്നിട്ട് നർമ്മിനോട് പറയുമ്പോൾ എന്ത് പറയും?
അവള് പറഞ്ഞു അവൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു അല്ലേ? അപ്പൊ ഇവിടെ ഈ ഐ എന്നുള്ളത് എന്താവും? അത് അവൾ എന്നാവും, ഷീന്നാവും. അതുകൊണ്ടാണ് നമ്മൾ എഴുതി വെച്ചത് ഡയറക്റ്റ് സ്പീച്ചിലെ ഐ ചിലപ്പോ എന്താവും? ഒന്നില്ലെങ്കിൽ ഹീ ആവും അല്ലെങ്കിൽ ഷീ ആവും. ഇവിടെ അവൾ പറഞ്ഞു എന്നുള്ളതിന് പകരം അവൻ പറഞ്ഞു എന്നായിരുന്നെങ്കിൽ അവിടെ ഹീ അല്ലേ വരുള്ളൂ. യെസ്, അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചത് ഒന്നില്ലെങ്കിൽ ഹീ ആവും ഒന്നില്ലെങ്കിൽ ഷീ ആവും. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ നോക്കാം. ഷീ സെറ്റ്, അത് നമുക്ക് തൽക്കാലത്തേക്ക് സെറ്റ് എന്നുള്ളത് ടോൾഡ് എന്നാക്കാം. നിയമങ്ങളൊക്കെ പിന്നീട് പറയാം. ഷീ ടോൾഡ്, അവൾ പറഞ്ഞു, ഷീ ടോൾഡ്. ഇനി ഐ ലവ് ഇന്ത്യ, അത് സിമ്പിൾ പ്രസന്റ് ആണ്, അത് സിമ്പിൾ പാസ്റ്റിലോട്ട് ആക്കണം. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു? ഷീ എന്ന് മാറും എന്ന് പറഞ്ഞു. ഷീ ലവ് പ്രസന്റൻസ് ആണ്, സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ അതിന്റെ പാസ്റ്റൻസ് ഷീ ലവ്ഡ് ഇന്ത്യ. പിന്നെ ആ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞിട്ട് ഒരു ദാറ്റും കൂടി ചേർത്തേക്ക്, ദാറ്റ്. അപ്പൊ നമുക്ക് എഴുതാം ഷീ ടോൾഡ് ദാറ്റ് ഷീ ലവ്ഡ്, LOVED, ലവ്ഡ് ഇന്ത്യ. അതിന്റെ ആൻസർ യെസ്. പിടികിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എഴുതിക്കോട്ടെ, ഷീ ടോൾഡ് ദാറ്റ് ഷീ ലവ്ഡ് ഇന്ത്യ. യെസ്. അടുത്ത സെൻസിലേക്കോ? ഹീ സെറ്റ്, I wash car. I wash car. ഓക്കെ, അപ്പൊ ആൻസി നോക്കിയേ. ഹീ സെറ്റ്, അവൻ പറഞ്ഞു I wash car, ഞാൻ കാറ് കഴുകുന്നു. യെസ്, ഇത് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ മാറ്റും നോക്കി പറയാമോ? നേരത്തെ പറഞ്ഞ നിയമം പോലെ. അവൻ പറഞ്ഞു, പറഞ്ഞോളൂ. ഐ എന്നുള്ളത് എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്. അല്ല സാറ് വാസ് എന്നാണോ പറഞ്ഞ വാഷ് എന്നാണോ? വാഷ്, വാഷ്, WASH. അപ്പോ ഷീ വാഷ്ഡ് കാറാ. ഓക്കെ ഓക്കെ, ആ സെറ്റ് എന്നുള്ളത് നമുക്ക് ടോൾഡ് തയ്ക്കും. ഹി ടോൾഡ് ദാറ്റ് ഹി വാഷ്ഡ് കാർ, WASHED, വാഷ്ഡ് കാർ. ഓക്കെ, ആൻസി ഇതേ ചോദ്യം തന്നെ. ഹി സെറ്റ് ഐ വാഷ് കാർ എന്നുള്ളതിന്റെ കാറിന്റെ മുന്നില് ഒരു മൈ കിടപ്പുണ്ട്. ഐ വാഷ് മൈ കാർ. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ എന്റെ കാറ് കഴുകുന്നു, ഞാൻ എന്റെ കാറ് കഴുകുന്നു. ഐ വാഷ് മൈ കാർ. യെസ്. അപ്പൊ ഒന്ന് പറഞ്ഞേ നർമ്മിത, അപ്പൊ ഇതെങ്ങനെ വരും? സർ ഒന്നും കൂടി പറയോ? ഐ വാഷ്, നേരത്തെ പറഞ്ഞ കാറില്ലേ, അതിന്റെ മുന്നിൽ മൈ ചേർക്കാം. മൈ, എന്റെ. ഷീ ടോൾഡ് ദാറ്റ് ഹി വാഷ്ഡ് ഹെർ കാർ. ഹീ അല്ല അമ്മ പറഞ്ഞേ, അപ്പൊ ഹെയർ വരൂലല്ലേ, ഹിസ് അല്ലേ വരുള്ളൂ. സർ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. യെസ് സാർ ഹിസ്, സാർ ഷീ അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഹെർ അല്ലേ വരുള്ളൂ സാർ? ഹിസ് വരുള്ളൂ, ഹിസ് ഹിസ്. സർ ക്വസ്റ്റ്യൻ ഒന്നും കൂടി കറക്റ്റ് പറയോ? ഹി സെഡ്, എഴുതിയിട്ട് ഹി സെഡ് ഇൻവെർട്ടഡ് കോമയില് ഐ വാഷ് മൈ കാർ. ഹി സെഡ് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് ഐ വാഷ് മൈ കാർ. She told that she washed his car. അങ്ങനെയാണോ സാർ പറയുന്നത്? ഷീ ആയിരുന്നില്ല സബ്ജക്റ്റ്, ഹി, HE, ഹി ആയിരുന്നു. അപ്പൊ ഹി
Oh, he told that he washed his car. ഹിസ് കാർ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു തീരുമാനത്തിലെത്താം. ആ മൈ എന്നുള്ള വേർഡ് എന്തായിട്ട് മാറി? ഹിസ് ആയിട്ട് മാറി. അവിടെ ഹി എന്നുള്ളതിന് പകരം ഷീ ആയിരുന്നെങ്കിൽ ആ മൈ എന്നുള്ള വേർഡ് എന്തായിട്ട് മാറിയനെ? ഹെർ എന്ന് മാറിയത്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യും, നേരത്തെ എഴുതി വെച്ച ആ ഡയറക്റ്റിന്റെ അടിയിൽ MY മൈ MY മൈ, എന്നിട്ട് ഇൻഡയറക്റ്റ് അടിയിൽ ഹിസ് ഹെയർ. ഇതിലേതൊക്കെ ഒന്നായിട്ട് അത് മാറും അർത്ഥം. മനസ്സിലായില്ലേ? മൈ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഹിസ് ആവും അല്ലെങ്കിൽ എന്താവും? ഹെയർ ആവും. ഓക്കെ, യെസ്. ഓക്കെ ജീന, അടുത്ത സെന്റൻസ്. ഷീ സെഡ്, ഇൻവെർട്ടഡ് കോമയില്, യു ലവ് ഇന്ത്യ. അവൾ പറഞ്ഞു, നീ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒരു മിനിറ്റ് സാർ. ആ, 1-2 മിനിറ്റ് എടുത്തോ, കുഴപ്പമില്ല. ഓരോരുത്തരും മനസ്സിൽ ഇതിൽ ഉത്തരം കണ്ടുപിടിച്ച് വെച്ചോട്ടാ. എന്നിട്ട് ജീന പറയുന്നതായിട്ട് യോജിക്കുന്നുണ്ടോ നോക്കാം. എവിടെയാണ് ഡിഫറൻസ് വേണമെങ്കിൽ പറയാം, ഡിസ്കസ് ചെയ്യാം. സാർ, she told that I loved India. അങ്ങനല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാന്ന് ചോദിക്കുക, രമണി. രമണി ജീനയോട് പറയണം, നീ ഇന്ത്യയെ സ്നേഹിക്കുന്നത്. അപ്പൊ ആ നീ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ജീനയല്ലേ? കാരണം രമണിയാണ് പറയുന്നത് നീ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ ആ നീ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീനയാണ്. ജീന അത് വന്നിട്ട് നർമ്മിതനോട് പറയുമ്പോ എങ്ങനെ പറയും? രമണി പറഞ്ഞു, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നവർ. അപ്പൊ ഇത് നമുക്കൊരു ഉത്തരത്തിലെത്താം. യു എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ഐ ആയിട്ടു. യെസ്. നേരത്തെ ഡയറക്റ്റ് ഇൻഡയറക്റ്റിന്റെ ഇടയിൽ എഴുതിയില്ലേ? അവിടെ എഴുതി വെച്ചു ഐ, ഡയറക്റ്റിന്റെ ഇടയിൽ ഐ എന്നുള്ളത്, സോറി ഐ അല്ല, യു. യു ഞാൻ പറഞ്ഞു മതി. ഡയറക്റ്റിന്റെ അടിയിൽ യു എന്നുള്ളത് നേരെ അപ്പുറത്തെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഐ എന്നല്ല. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വി എന്നും വരും. ഐ, വി. യെസ്. ഓക്കെ, ആൻസി. അടുത്ത ഒരു ചോദ്യം ആൻസിയോടാണ്. ഇതേ വാചകം, ഷീ സെഡ് ഇൻവെർട്ടഡ് കോമയിൽ യു ലവ് ഇന്ത്യ. ആ ലവ് കഴിഞ്ഞിട്ട് വേറൊരു വാക്കുകൂടി ഞാൻ ചേർക്കുകയാണ്, YOUR, യുവർ. യു ലവ് യുവർ ഇന്ത്യ. യു ലവ് യുവർ ഇന്ത്യ. നീ നിന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് വരുമ്പോൾ എങ്ങനെ വരും? She said, അല്ല, she told that you loved your India. അങ്ങനെയാ? യു ലൗഡ്. അപ്പൊ യു എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഇപ്പൊ എഴുതിയല്ലോ. ടോൾഡ് അല്ലേ? അല്ല സോറി, യു ഐ വരും അല്ലേ? ഐ വരും. അപ്പൊ she said, അല്ല, she told that I loved your India. യെസ്. അതെ, മനസ്സിലൊന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ വി അല്ലേ സർ വരൂ? വി അല്ലേ? ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിയേ,
ഞാൻ നേരത്തെ പറഞ്ഞ ജീനയോടാണ് പറയുന്നത്, ആര്? രമണി പറയുന്നത്. നിങ്ങളപ്പോ രണ്ടുപേരും മനസ്സിൽ കാണും, ഒന്ന് ജീന ഒന്ന് രമണി. രമണി പറയാണ്, യു ലവ് യുവർ ഇന്ത്യ, നീ നിന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നു. രമണി അത് പറഞ്ഞിട്ട് പോയി. ജീൻ അത് വന്ന് ആൻസിയോട് പറയുന്നു. അപ്പൊ ഇത് പറയും, ഐ ലവ്ഡ് മൈ ഇന്ത്യ. രമണി പറഞ്ഞു ഞാൻ എന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്ക് തീരുമാനത്തിൽ വരാം, യുവർ എന്നുള്ളത് എന്താവും? മൈ എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? മൈ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ യു എന്ന് പറയുന്ന ഒരു വാക്ക് ഒന്നിൽ കൂടുതൽ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മൈ എന്നുള്ളതിന് പകരം അത് അവർ, ഞങ്ങളുടെ എന്നായിട്ട് മാറും. അപ്പൊ എനിക്കോ ഡയറക്റ്റിന്റെ അടിയിൽ യുവർ, ഡയറക്റ്റിന്റെ അടിയിൽ യുവർ, എന്നിട്ട് ഇൻഡയറക്റ്റിന്റെ നേരെ മൈ കോമ മൈ കോമ അവർ, ഓ യുവർ, അവർ. യെസ്, ഞാൻ ഇതിൻ്റെ അകത്ത് വേറൊരു മോഡൽ ഇത് ചെയ്യാം. അത് രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമണിയായിട്ടുള്ള ഒരു പെൺകുട്ടി ജീനയോട് പറഞ്ഞു. ജീന അത് എന്ന് ആൻസിയോട് പറയുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ എഴുതിയത്. വേറെ രീതിയിലും ആവാം. രമണി എന്ന് പറയുന്ന ആള് ജീനയോട് പറഞ്ഞത് നർമ്മിത കേട്ടു. ആ നർമ്മിതയ്ക്ക് വന്ന് ആൻസിയോട് പറയാം. അപ്പൊ വേറെ രീതിയിലാവും കേട്ടോ. അങ്ങനെയും റിപ്പോർട്ട് ചെയ്യാം, രണ്ട് രീതിയിൽ വരാം. യെസ്, ഞാൻ എളുപ്പമുള്ള കാര്യമാണ് പറഞ്ഞത്. ആരാണോ കേട്ടത് അയാള് എന്ന് വേറെ ആളോട് പറയുമ്പോൾ, ആരോടാണോ പറഞ്ഞത് അയാള് എന്ന് വേറെ ആളോട് പറയുമ്പോൾ എങ്ങനെയാകും എന്നുള്ളതാണ്. യെസ്, അതല്ലാതെ ഇവിടെ രണ്ട് ഷീ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ തൽക്കാലം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയല്ല, യുവർ എന്നുള്ളത് എന്താവും? മയ്യാവും, അല്ലെങ്കിൽ എന്താവും? അവർ. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ ഞാൻ നിയമം ഒന്നും കൂടി പറയാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വാചകത്തിലേക്ക്. She said. She said. ഇനി ഇവിടെ കോമഡ് ആകത്തത് I go to here to park, PARK, park. I go to park എന്നുള്ളത് ഇൻവെർട്ടഡ് കോമഡ് ആകത്തത്. രണ്ടാമത്തെ വാചകം മനോജ് സെറ്റ്. മനോജ് സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക I teach you, Y-O-U, you. Y-O-U, you. I teach you എന്നുള്ള ഇൻവെർട്ടഡ് കോമയിൽ. അടുത്ത വാചകം She said, H-E, he said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക you, Y-O-U, you study, S-T-U-D-Y, study English, E-N-G-L-I-S-H, English, grammar, G-R-A-M-M-A-R. ഓക്കെ, 3 വാചകം കൊണ്ട് 3 പേരുണ്ട്. ഓരോരുത്തർക്ക് ഓരോ നേരം എഴുതി. സാറേ ഞാൻ ലാസ്റ്റ് ഒക്കെ മാത്രമേ കേട്ടുള്ളൂ സാറേ. ആദ്യത്തെ രണ്ടെണ്ണം ഒന്നും കൂടെ പറയൂ. ആദ്യത്തെ രണ്ടെണ്ണം അല്ലേ?
യെസ്, ഷീ സെറ്റ് ആദ്യത്തെ കേട്ടോ, ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയില് ഐ ഗോ ടു പാർക്ക്, ഞാൻ പാർക്കിലേക്ക് പോകുന്നു. ഐ ഗോ ടു പാർക്ക്, PARK. രണ്ടാമത്തത് മനോജ് സെറ്റ്, മനോജ് സെറ്റ്. ഇൻവെർട്ടഡ് കോമയില് ഐ ടീച്ച് യു, ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. ഐ ടീച്ച് യു. ഓക്കെ, യെസ് ജീന, ഒരാളെ തുടങ്ങാം കേട്ടോ. ഓക്കെ. ആ, നർമ്മിത കഴിഞ്ഞു. അപ്പൊ നർമ്മിത ആദ്യത്തെ വായിച്ചോളൂ, ആദ്യത്തെ വായിക്കും. നർമ്മിത വായിച്ചു. She said, I go to park. She told that she going to park. ചെറിയൊരു കയ്യിൽ പോയി. ഈ ING നമ്മൾ എവിടെയെങ്കിലും ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നോ? വന്നിട്ടുണ്ടായില്ല സാറേ, എത്തി എന്നല്ലേ സാറേ പറയണ്ടേ? എത്തി എന്നല്ലേ പറയണ്ടേ? അതായത് വെന്റ് ആണോ? അല്ല, പറയാം ഞാൻ കൊണ്ട് വരികയാണ്. യെസ്. അപ്പൊ നർമ്മിത, ING നമ്മൾ പറഞ്ഞാൽ ഒന്നിലും വന്നിട്ടുണ്ടായില്ല. അപ്പൊ ING-യുടെ പരിപാടി ഇതിനകത്ത് വന്നിട്ടില്ല. ഞാൻ അത് വരുമ്പോ പറയാം. ഇവിടെ വേണ്ടത് സിമ്പിൾ പ്രസന്റ് ആണ്, ഗോ പ്രസന്റൻസ് ആണ്. അതിന്റെ പാസൻസ് ഗോസ് ടു, ഗോസ് അല്ല, ഗോ എന്ന് പറയുന്ന പാസൻസ് വെന്റ് ആണ്. അപ്പൊ നർമ്മിത പറഞ്ഞ കറക്റ്റ് ആണ്. ആ ഗോയിങ് മാറ്റിയിട്ട് വെന്റ് ആക്കണം. അപ്പൊ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ വെന്റ് ടു പാർക്ക്. ഷീ വെന്റ് ടു പാർക്ക്. ആൻസി അടുത്ത് വായിക്കും. യെസ്, ആൻസർ കിട്ടിയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തു, ജീന വായിച്ചു. ഓക്കെ സർ. മനോജ് സെഡ് ഐ ടീച്ച് യു. അയ്യോ സാറേ, ഞാൻ ഇവിടെ മൈക്ക് ഓണാക്കാതിരുന്ന് പറയായിരുന്നു. അത് കൊടുക്കാം. ഓക്കെ, അന്ന് ആൻസി പറഞ്ഞോ. സാറേ, എനിക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ്? മനോജിന്റെ. മനോജ് ടോൾഡ് മീ ദാറ്റ് ഹി ടോട്ട് മീ അല്ലേ? ടീച്ച് യു എന്നല്ലേ വന്നിരിക്കുന്നേ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഇവിടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മനോജ് അല്ലേ? മനോജ് പറയുന്നു ഞാൻ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അത് മനസ്സിലാവുമ്പോ പറയണ ചിന്തിക്കുക. രണ്ടുപേര്, ഒരാള് മനോജ് ആൻസിനോട് പറയണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. ആൻസി അത് ജീനയോട് പറയുമ്പോ എന്ത് പറയും? മനോജ് പറഞ്ഞു അവൻ എന്നെ പഠിപ്പിക്കുന്നുവെന്ന്. അങ്ങനെയല്ല പറയാം. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. നമുക്ക് ശ്രദ്ധിച്ചാൽ മതി, അത് എങ്ങനെ പറയുമെന്നുള്ളത് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, മനോജ് സെഡ് എന്നുള്ളത് മനോജ് ടോൾഡ് ദാറ്റ്, അവിടം വരെ കറക്റ്റ് ആണ്. ഈ മനോജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരാണാണ്.
മനോജി അല്ല, മനോജാണ്. അപ്പൊ അതുകൊണ്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് മനോജി എന്നല്ലേ. ആണായതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം? ഹി എന്ന് പറയാം. ഹി എന്ന് പറയും. അപ്പൊ മനോജ് ടോൾഡ് ദാറ്റ് ഹി. ടീച്ച് എന്നുള്ളൊരു പാസൻസ് ടോട്ട്, അത് കറക്റ്റ് ആണ്. ടീച്ച് എന്നുള്ളൊരു പാസൻസ് ടോട്ട്, അത് ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. ടോട്ട്. ഇനിയാണ് കുഴപ്പം. നിന്നെ പഠിപ്പിക്കുന്നു എന്നാണ് മനോജ് നേരിട്ട് പറഞ്ഞത്. വേറൊരാളോട് ആൻസർ പറയുമ്പോൾ എന്ത് പറയും? എന്നെ പഠിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ആ യു എന്നുള്ളത് എന്താക്കണം? മീ എന്നാക്കണം. എന്താക്കണം? മീ എന്നാക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാം. നേരത്തെ നമ്മൾ പറഞ്ഞു യു എന്ന് വരുമ്പോ അത് ഒന്നില്ലെങ്കിൽ ഐ ആവും അല്ലെങ്കിൽ വി ആവും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന വേർഡ് ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ആദ്യം വരെയാണെങ്കിലാണ് ഐ അല്ലെങ്കിൽ വി ആയിട്ട് മാറണം. ഓക്കെ, യു എന്ന് പറയുന്ന വേർഡ് ഐ അല്ലെങ്കിൽ വി ആയിട്ട് മാറുന്നത് ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകത്തിന്റെ ആദ്യം വരികയാണെങ്കിൽ മാത്രം. ഇവിടെ യു എന്ന് വന്നിരിക്കുന്നത് ആദ്യമല്ലല്ലോ, ഐ ടീച്ച് യു ഇടയിലല്ലേ. യെസ്, ഇടയിൽ വരികയാണെങ്കിൽ അത് മീ എന്ന് മാറും. നിങ്ങൾ അങ്ങനെ തന്നെ നോട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും സൂചിപ്പിച്ചു വെച്ചോ, മീ. അപ്പോ മനോജ് പറഞ്ഞു അവൻ എന്നെ പഠിപ്പിച്ചു എന്ന്. മനോജ് ടോൾഡ് ദാറ്റ് ഹി taught me. ഇതാണ് കറക്റ്റ്. സംശയം ചോദിച്ചേക്കണേ. അടുത്തത് ജീന വായിച്ചോളൂ. ഓക്കെ സർ. നെക്സ്റ്റ്, ഹി സെഡ് യു സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. അവിടെ ഹി സെഡ് ആയതുകൊണ്ട് അത് പാസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഹി ടോൾഡ് ദാറ്റ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഗ്രാമർ. വെരി ഗുഡ്, കറക്റ്റ്. സെഡ് വന്നതുകൊണ്ട് സ്റ്റഡീഡ്. സ്റ്റഡി എന്നുള്ളതിന്റെ പാസൻസ് സ്റ്റഡീഡ്, STUDIED. ഓക്കെ, അതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്. ഇത് ഇംഗ്ലീഷൊക്കെ നോക്കുമ്പോൾ ടീച്ചർമാർ നോക്കുമ്പോഴേ ഇതിന്റെ അകത്തിലടെ ഈ മറ്റേ നമ്മുടെ പരീക്ഷയ്ക്ക് പറ്റൂല, കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട്. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ നോക്കുമ്പോൾ ടീച്ചർ നോക്കും ടെൻസ് കറക്റ്റായിട്ട് മാറ്റിയിട്ട് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു 1/2 മാർക്ക് കൊടുക്കാം. അപ്പൊ 1/2 മാർക്ക് കൊടുക്കുക. യെസ്, ടെൻസ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1/2 മാർക്ക് ഓക്കെ എന്ന് പറയും. നമ്മുടെ പരീക്ഷയ്ക്ക് അത് പരിപാടി നടക്കൂല, കാരണം എന്താണ്? ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് അവിടെ അത് വർക്കൗട്ട് ആവില്ല. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പരീക്ഷകളൊക്കെ ആണെങ്കിൽ ടീച്ചർക്ക് ഒരു മാനുഷിക പരിഗണന നോക്കും. റിപ്പോർട്ടിംഗ് വെർബ് നോക്കി അപ്പൊ അത് ടോൾഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു 4 മാർക്ക്. അപ്പോഴത്തെ ടെൻസും കറക്റ്റ് ചെയ്ത് പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ടെൻസ് 2 സ്ഥലവും കറക്റ്റ് ചെയ്യാൻ മാറ്റിയിട്ട് ഫുൾ മാർക്കില്ല, 2 മാർക്കാണെങ്കിൽ 1/2 മാർക്ക് അവിടെ ടീച്ചർ സൈഡിലൊന്ന് തോണ്ടും. അതിപ്പോ നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ അങ്ങനെ ചെയ്യും. ആ 2 വശമൊന്നും ശരിയാക്കിയിട്ടില്ല, ആ 2 മൂലയൊന്നും ശരിയാക്കിയിട്ടില്ല എന്ന് പറയാൻ 1/2 മാർക്ക് എടുക്കട്ടെ എന്ന് പറയും. യെസ്, ഓക്കെ, പിടിയിട്ടില്ലേ? നമുക്ക് ഇനി വേറൊരു മോഡലോട് കിടക്കാം. യെസ്, ഇത് തന്നെയാണ്. ഒരു 4 ഞാൻ പറയാം കേട്ടോ, എഴുതിക്കോ. അപ്പൊ ഇതിനകത്ത് യുവർ, മൈ അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ വരുമ്പോ അവിടെയൊക്കെ ശ്രദ്ധിച്ചോളാം. അവിടെയൊക്കെ അതൊക്കെ മാറി വരും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, വേറെ ആരോ പറയുമ്പോ എങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എഴുതിക്കോ. ബോയ്സ് സെറ്റ്, BOYS, ബോയ്സ് സെറ്റ്. ഇനി ഇവിടെ കോമില് വി പ്ലേ, we play cricket in the evening. We play cricket in the evening. അടുത്തത് she said. ഇനിവിടെ കോമ്പിൽ എഴുതുക I study, STUDY, study my notes, NOTES, my notes.
ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. They said, inverted comma, we use USC, use our OUR, our mobiles, 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 inverted comma close ചെയ്യാം. അടുത്ത വാചകം they said, ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക we love LOVE, we love our OUR, our country, 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 we love our country, ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഓക്കെ, 4 എണ്ണമുണ്ട്. ഓരോരുത്തർക്കും 2 എണ്ണം വീതം തരാം. എഴുതിക്കും. ജീന കഴിഞ്ഞു. നർമ്മിത കഴിയുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. സർ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് റെഡിയാക്കാം. തെറ്റിന് ശേഷം പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ചിന്ത അനുസരിച്ച് എഴുതിക്കും. തെറ്റി കഴിയാൻ റെഡിയാക്കാം. ഓക്കെ, നർമ്മിത ആദ്യത്തെ വായിച്ചു. Boys said we play cricket in the morning. Yes. Boys told that they played cricket in the morning. Correct and very good. അവിടെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബോയ്സ് ആണ്. ഒരു പ്രാവശ്യം ബോയ്സ് എന്നുള്ളത് വന്നത് കൊണ്ട് പിന്നെ അവിടെ നമുക്ക് ദേ എന്ന് ഉപയോഗിച്ചാൽ മതി, അവർ. അപ്പോ ബോയ്സ് പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നു. യെസ്, അത് ബോയ്സ് പറഞ്ഞതാണ്. അത് കേട്ട ഒരാള് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? ബോയ്സ് പറഞ്ഞു അവര് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നു. യെസ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ജീന വായിച്ചു. Okay, sir. She said, I study my notes. She told that she studied her notes. Correct. Very good, very good. Yes.
സ്റ്റഡി എന്റെ നേരത്തെ കിട്ടിയല്ലേ? ഷീ Study, ടോൾഡ് studied. STUDIED പാസ്റ്റ് IED. സ്റ്റഡീഡ് Okay. ഹെയർ നോട്ട് മൈ എന്നുള്ളത് എന്തായി? ഹെയർ ആയി. മൂന്നാമത് വായിച്ച നിർമ്മിത. They said we use our mobiles. They said that they used their mobiles. വെരി ഗുഡ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട്. ആ യു അവർ എന്നുള്ളത് എന്താവും? ദയർ. THEIR. അവര് പറഞ്ഞു ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നു. അത് കേട്ടൊരാള് വേറൊരാളോട് പറയുമെന്ന് പറയും അവര് പറഞ്ഞു അവരുടെ മൊബൈൽ ഉപയോഗിക്കുന്നു അല്ലെ? അപ്പൊ ഞങ്ങളുടെ എന്നുള്ളത് എന്താവും? അവരുടെ എന്നാവും. THEIR. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇൻവെർട്ടഡ് കോമ കളയണോട്ടെ. ഇൻവെർട്ടഡ് കോമ പിന്നെ വേണ്ട. ഓക്കെ. ജീന അടുത്ത് വായിച്ചു. Okay, sir. They said we love our country. They told that they loved their country. Their country. Correct answer. Very good, very good, very good, very good. അടുത്ത വാചകം. She said. You cry, CRY. You cry loudly. 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 അടുത്ത സെന്റൻസ്. He said. ഇൻവെർട്ടഡ് കോമയില് you love your mother. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. അടുത്തത് he said. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക you read READ. read newspaper NEWS PAPR paper daily DAILY daily. You read newspaper daily. ഇവിടെ ക്ലോസ് ചെയ്യാം. ഓർഡർ എഴുതുക they said. ഇനി ഇവിടെ കോമയിൽ എഴുതുക we miss MISS. we miss our train TRAIN. Oh, very good, Gina. നടക്കുക കഴിയുമ്പോൾ പറഞ്ഞു കേട്ടോ.
കഴിഞ്ഞു സർ. യെസ്, ഓക്കെ. വായിച്ചു അർപ്പിത. He said you love your mother. He said that I loved my mother. Yes, correct. Very good, very good, very good. I love my mother. Yes, അടുത്തത് ജീന. സർ അതിന് മുമ്പ് ഒരെണ്ണം കൂടെ ഉണ്ട്. അതിന് മുമ്പുള്ള വായിച്ചു. He said you cry loudly. He said that I cried loudly. Loudly. Cried. Okay. നർബിത മൂന്നാമത്തെ വായിച്ചു. മൂന്നാമത്തെ ഒരു മിനിറ്റ് സർ. He said you read newspaper daily. He said that I read newspaper daily. സ്പെല്ലിംഗ് റീഡ് റെഡ് എന്ന് പറയാം. I read newspaper daily. Correct. ജീന അടുത്ത് വായിച്ചു. Okay. They said we miss our train. They said that they missed their train. Okay, very good, very good, very good, very good. Correct. Yes. ഇനി ആ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഹെഡിങ് കൊടുത്തില്ലേ, അതിന്റെ അടിയിൽ വേണ്ട, അത് വേണ്ട, ഞാൻ ആ പുസ്തകം കൊടുത്തില്ല. യെസ്. അപ്പോ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല സർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. യെസ്. പിന്നെ ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ. യെസ്. സർ നമ്മളെ പ്രാക്ടിക്കലിന് വരുമ്പം സാർ ഇവിടെ കാണോ? ഞാൻ ഉണ്ടാവില്ല ചക്കാതി. അതെ, ക്ലാസ് നടക്കുന്നതും പ്രാക്ടിക്കലില് വരുന്നതും രണ്ട് സ്ഥലത്താണ്. സർ ഈ ക്ലാസ് പ്രാക്ടിക്കൽ നടക്കുന്ന എവിടെയാ സർ? അത് നോർത്ത് പറഞ്ഞു. അതെ, അപ്പൊ ക്ലാസ്സോ? ക്ലാസ് ചേന്ദമംഗലം. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഈ പറൂര് കഴിഞ്ഞിട്ട് വേണം ചേന്ദമംഗലത്തേക്ക് വരാൻ. അപ്പോ പറൂര് വരെ പെട്ടെന്ന് ഈസിലി ആക്സസ് ആണ്. അപ്പൊ സർ കാസർഗോഡ് നിന്ന് വരുമ്പോ എവിടെ ഇറങ്ങണം ട്രെയിനിന്? കാസർഗോഡ് നിന്ന് വരുന്ന ആളുകള് ആലുവയിൽ ഇറങ്ങാൻ പറ്റും. ആലുവയാണോ? ഓക്കെ. പിന്നെ അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് വരണോ? ടാക്സി വേണ്ട. ആലുവ KSRTC ആലുവ സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 മിനിറ്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡ് 2 മിനിറ്റ് നടന്നാൽ മതി. അവിടെ ചോദിച്ചാൽ മതി KSRTC ബസ് സ്റ്റാൻഡ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാല് പറവൂർക്ക് എപ്പോഴും ബസ് ഉണ്ട്. പറവൂർക്ക് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് നോക്കിക്കരുത്, പ്രൈവറ്റ് ബസ് ഇല്ല, അത് നാഷണലൈസ്ഡ് റൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ട്രാൻസ്പോർട്ട് ബസ്സേ ഉള്ളൂ. അപ്പൊ പ്രൈവറ്റ് ബസ് നോക്കിക്കണ്ട. പ്രൈവറ്റ് ബസ് 1 or 2 വേറെ വഴിക്ക് കയറുക, സമയം പോകും. അപ്പൊ അത് അവിടുന്ന് ടൗൺ ടു ടൗണിനും വേണ്ട ബസ് ഉണ്ട്. പറവൂർക്ക് ടൗൺ ടു ടൗൺ എന്ന് വെച്ചാല് അത് പറവൂർ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത പിന്നെ നിർത്തുന്നത് പിന്നെ 4 സ്റ്റോപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് പറവൂരല്ലേ ഇറങ്ങണ്ടേ? പറവൂർ നിർത്തും, അത് പേടിക്കണ്ട. അത് എത്ര മിനിറ്റ് ഉണ്ടാവും സർ? അത് ആ ബസ്സാണെങ്കിൽ അരമണിക്കൂർ. ഓക്കെ. അതല്ലാത്ത ബസ്സാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് അവിടെ വരെ. എന്നിട്ട് നിങ്ങൾ കണ്ടക്ടറോട് പറഞ്ഞിട്ട് ചേന്ദമംഗലം ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങാം. ചേന്ദമംഗലം ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. ഒരു 4 കൂടി ജംഗ്ഷൻ, അത് സിഗ്നലാണ്. അവിടെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ ബിൽഡിംഗ് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ഇത് ഈഴവോദയ ബിൽഡിംഗ് വെച്ചാൽ മതി. ഒരു ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിന്റെ അവിടെ തന്നെയാണ്. ചേന്ദമംഗലം ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ബസ് അവിടെ നിർത്തുന്ന കഴിയുമല്ല,
ബ്ലോക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു കയറ്റി എത്തും, ചിലപ്പോഴേ ഇറക്കി എത്തും സിഗ്നലിൽ വരുമ്പോഴേ. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പറയാം. ചിലപ്പോൾ നിർത്തുന്നതിന്റെ കറക്റ്റിന് മുന്നിലായിരിക്കും, ചിലപ്പോ ഫ്രണ്ടിലായിരിക്കും. അത് ഈ കാരണം വെച്ചാല് പറവൂർ ഭാഗത്തേക്കുള്ള സിഗ്നൽ വീണ് എടുക്കാൻ കറക്റ്റ് ആണെങ്കിൽ വണ്ടികൾ കുറച്ച് നേരത്തെ നിൽക്കുമല്ലോ. സാറ് ക്ലാസ് നടക്കുന്നിടന്നോ പറഞ്ഞേ? പ്രാക്ടിക്കൽ നടക്കുന്നത്? പ്രാക്ടിക്കൽ നടക്കുന്നത് സ്ഥലം പറഞ്ഞു ചേതമംഗലം അല്ല, പറവൂർ. പറവൂര്. അതല്ല സാർ, ചേതമംഗലം ജംഗ്ഷനിലല്ലേ പറഞ്ഞു സാർ ഇപ്പൊ? ഈ ചേന്നമംഗലം ജംഗ്ഷൻ എന്ന് പറഞ്ഞ പറവൂരിന്റെ അടുത്താണ്. ചേന്നമംഗലം ജംഗ്ഷനും ചേന്നമംഗലം രണ്ട് സ്ഥലത്താണ്. അപ്പൊ നമ്മളിപ്പോ എവിടെ ഇറങ്ങണം? പറവൂര് ബസ്സിൽ കയറിയിട്ട് ചേന്നമംഗലം ജംഗ്ഷനിൽ ഇറങ്ങിയാൽ മതി. ഓക്കെ സാർ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ജസ്റ്റ് അങ്ങനെ പൊറോട്ട എന്റെ ഒരു 10 അടി വെച്ചാൽ ഈ സ്ഥലമായി. ചിലപ്പോ പൊറോട്ട ആയിരിക്കും, ചിലപ്പോ മുന്നോട്ടായിരിക്കും. അത് ബസ് നിർത്തുന്നതനുസരിച്ച് സിഗ്നലായി. യെസ്. അപ്പൊ നമുക്ക് ഓൺ വെക്കേഷൻ സെറമണിക്ക് വരുമ്പോ കാണാം. നമുക്ക് നെക്സ്റ്റ് മന്ത് അങ്ങ് ആയിരിക്കും എന്ന് പറഞ്ഞു, ജൂണിലൊക്കെ പ്രാക്ടിക്കല്. ജൂലൈ 15 ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളൊക്കെ. അപ്പോഴ എക്സാം ജൂലൈയിൽ കാണോ സാറേ? ജൂലൈയിലുണ്ടാവും. ജൂലൈയിലായിരിക്കും. അപ്പൊ വൈവയും അടുത്തടുത്ത് തന്നെ? അതൊക്കെ ടീച്ചർ പറയും ഡേറ്റ് ഒക്കെ. അത് എത്ര കുട്ടികളിൽ നിന്ന് വരും എന്നൊക്കെ നോക്കിയിട്ട് വേണമല്ലോ തീരുമാനിക്കാൻ. ഓക്കെ സാർ. 18th ബാച്ചിനൊക്കെ എത്രയൊക്കെ ആയി? നമ്മൾ എത്രയൊക്കെ എത്തിയോ? അതോ 18ല് ഞാനില്ല. 18ല് വേറെ ടീച്ചർ. നമ്മളോട് പറഞ്ഞായിരുന്നു പ്രാക്ടിക്കലിന് കുറച്ച് കുട്ടികളെ ഉള്ളെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വെക്കുന്നേന്ന് പറഞ്ഞായിരുന്നു. 18 നമുക്ക് കുറച്ചു പേരെ വരുത്തോളെങ്കിൽ അങ്ങനെ വെക്കോളെന്ന് പറഞ്ഞു. അത് ശരിയാണ്. അവിടെ പറയണ്ടേ, അതായത് ഞാൻ 14 15 16 വേറെ ടീച്ചറാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോ നല്ല ബാച്ച് 17 തോന്നിയപ്പോ 17 18 19 വേറെ ടീച്ചറാണ്. 20 21 ഞാൻ തന്നെയാണ്. 2020 അങ്ങനെ വന്നത്. അത് സാർ 10 to 4 മണിയാണോ ഏത്? അത് സമയം ടീച്ചർ പറയും, അത് പഠിക്കുന്നത് ഏതാണ്ട് ആ നേരം ഇരിക്കും. അപ്പൊ തിരിച്ചു പോകുന്ന രീതിയിലുള്ള ടിക്കറ്റ് ഒക്കെ പറഞ്ഞ് ഒരുപാട് കൊണ്ടുവരും. അവിടുന്ന് പിന്നെ നേരെ ആലുവയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ബസ് ട്രെയിനിന് പോകാൻ. നമുക്ക് ഇപ്പോഴേ ചോദിച്ച് അനുവാദം മേടിച്ചാല് അന്നത്തേക്ക് വരണമല്ലോ. കൊല്ലത്തുനിന്നാണ് ഞാൻ. നർമ്മിത എവിടുന്നാ? ഞാൻ കാസർഗോഡ്. കൊല്ലത്തുനിന്ന് വരുമ്പോ കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് എപ്പോഴും ട്രെയിൻ ഉണ്ട്. എറണാകുളത്തുനിന്ന് ചിലപ്പോ ബസ്സിന് വരേണ്ടി വരും. ആലുവക്ക് ട്രെയിനിൽ അവിടുന്ന് കിട്ടും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആലുവ കിട്ടാതില്ലെങ്കിൽ ആലുവക്ക് വന്നാൽ മതി. അവിടെ ആയി പിന്നെ അവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ. എറണാകുളത്ത് ഭയങ്കര കുഞ്ഞിനെ ഒരാളെങ്കിലും കൊണ്ടുവരേണ്ടി വരും. കാരണം രണ്ടുപേരെയും കൂടെ ഇവിടെ നിർത്തിയിട്ട് വരാനും പറ്റൂല. അപ്പൊ ഒരാളെ കൊണ്ടുവരും, ഒരാളെ നിർത്തിയിട്ട് വരും, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ കുഴപ്പമില്ല, ധൈര്യമായിട്ട് വരും. ആലുവയിൽ വന്നിറങ്ങാൻ പറ്റുമോ അങ്ങനെ അത് ഇറങ്ങിയാൽ മതി. പിന്നെ അവിടുന്ന് എറണാകുളത്ത് കുട്ടികൾക്ക് ഭയങ്കര ബ്ലോക്കൊക്കെ ഇരിക്കും. ഇതാകുമ്പോ ബ്ലോക്കും ഇല്ല, സുഖമായിട്ട് ഇങ്ങോട്ട് പോരാ. സുഖമായിട്ട് പോരാ. അപ്പൊ ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. സംഖ്യ കുറവാണ്. ഇന്നലെയൊക്കെ അവധി ആയതുകൊണ്ടായിരിക്കും സാർ, ഇന്ന് ആരും ഇല്ല. അതിന്റെ ഹാങ് ഓവറിലായിരിക്കും. ഓക്കെ ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു.